എന്നിട്ട് മറുപടി പറയാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖബറിനകത്ത് കൊണ്ടുവച്ച അവിടെ ആനയുണ്ട്, തേളുണ്ട്, ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണോ? കോയി ഫായിദാനെ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ നീ പേടിക്കുന്നത്? യാതൊരു ഭയവും വേണ്ട. പഠിച്ചവരെ, അതിനകത്ത് നിനക്ക് സുഖവാസം. ഖബറിന്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട. സ്വർഗ്ഗം ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ, ഇനി എല്ലാ ദിവസവും കാണണോ? കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തരും. അൽഹംദുലില്ലാ, കണ്ടുകൊണ്ട് കിടക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ. ഷോർട്ട് വഴിയൊന്നുമില്ല, അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗത്തിലെത്താം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്താ? ഇൻഷാ അല്ലാഹ് സൂറത്തു ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്താണ് സൂറത്തു ഇബ്രാഹിം. ഞാൻ ആദ്യം നിങ്ങൾ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം ഓതിയ ആയത്ത്. പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട്. മയ്യത്ത് ഖബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖുർആൻ സൂറത്തു ഇബ്രാഹിം എൻ്റെ 26-ാമത്തെയോ 27-ാമത്തെയോ ആയത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹുൽ ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാഉ. ഈ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത. അത് പരിപൂർണമായി ഓതണമെന്നല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖബറിലൊക്കെ പോയി നിൽക്കുമ്പോൾ കേൾക്കാം. പരിശുദ്ധമായ ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഇതാ അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും. അതാ പറഞ്ഞർത്ഥം. അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. വാക്കി കൂടെ ഓതുമ്പോൾ ആയത്ത് പൂർത്തിയാകും. അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര. ഈ ആയത്ത് ആരാണോ